ഹായ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് AWSൻ്റെ ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള സർവീസിനെ പറ്റിയിട്ടാണ്. ഈ ലാംഡ എന്ന് പറയുന്ന ഒരു സെർവർലെസ് സൊല്യൂഷനാണ്. നമുക്ക് നമ്മുടെ കോഡ് റൺ ചെയ്യണമെങ്കിൽ സെർവേഴ്സ് ഒന്നും പ്രൊവിഷൻ ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടതായിട്ടോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സെർവർ മാനേജ്മെൻറ്റ് അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കോഡ് ഡെപ്ലോയ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ലാംഡയുടെ ബെനിഫിറ്റ്സിനെ പറ്റി തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് വളരെ സ്കെയിലബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്പൊക്കെ ഡെപ്ലോയ് ചെയ്യുന്ന ടൈമിൽ ഡെയിലി എത്ര യൂസേഴ്സ് ഉണ്ടാവും ഏകദേശം എന്നൊക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതായത് ഡെയിലി ഇപ്പോൾ നമ്മളൊരു 100 യൂസേഴ്സ് വരുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ആപ്പിന് പെട്ടെന്ന് ഒരു ദിവസം ഒരു 1 മില്യൺ യൂസേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ക്രാഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെർവർ പ്രൊവിഷൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്സ് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ട് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലാംഡയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് AWS ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ആപ്പ് ഒരു യൂസറാണ് വരുന്നതെങ്കിൽ അത് കുഴപ്പമില്ലാണ്ട് ഹാൻഡിൽ ചെയ്യും. അല്ല, പിറ്റേ ദിവസം ഇനി ഒരു മില്യണോ അല്ലെങ്കിൽ 10 മില്യൺ യൂസേഴ്സ് വരികയാണെങ്കിൽ തന്നെയും അതൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് AWS അതിനെ ഹാൻഡിൽ ചെയ്തോളൂ. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലാംഡ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെന്നുള്ളതാണ്. അതിന് കാരണം നമ്മുടെ കോഡ് റണ്ണ് ചെയ്യുന്ന ടൈമിന് മാത്രമേ AWS നമുക്ക് ബില്ല് ചെയ്യുള്ളൂ. അല്ലാതെ ഈ സെർവർ അവിടെ പ്രൊവിഷൻ ചെയ്ത് വെച്ച് ആ സെർവർ റൺ ചെയ്യുന്ന ടൈമിന് മൊത്തമായിട്ട് നമുക്ക് ഒരു ബില്ല് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഡ ഇപ്പോൾ ആകെ കൂടി 1 മിനിറ്റാണ് റൺ ചെയ്തുള്ളൂ എങ്കിൽ ആ മാസത്തെ നമ്മുടെ ബില്ല് ആ 1 മിനിറ്റിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. പിന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലാംഡ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു എൻവിറോൺമെൻ്റ് ആണെന്നുള്ളതാണ്. അതായത് ലാംഡ ഒരുപാട് റൺ ടൈം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ജാവ, പൈത്തൺ, Node.js, ഗോലാങ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് നമ്മുടെ കോഡ് എഴുതാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ്. ഇനി ലാംഡ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റി നമുക്ക് കാണാം. അപ്പോൾ ലാംഡ എന്ന് പറയുമ്പോൾ ട്രിഗർ ബേസ്ഡ് ഫംഗ്ഷൻ എക്സിക്യൂഷനാണ്. അതായത് എന്തെങ്കിലും ടൈപ്പിലുള്ള ഒരു ട്രിഗർ വെച്ചിട്ടാണ് നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുക. അത് പല ടൈപ്പിലുള്ള ട്രിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ടൈം ബേസ്ഡ് ട്രിഗേഴ്സ്, അതായത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും നമുക്ക് നമ്മുടെ കോഡ് റൺ ചെയ്യണം. അപ്പോൾ നമുക്ക് അത് അങ്ങനെ കോൺഫിഗർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാ മണിക്കൂറിലും നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ആവും. ഇനിയുള്ളത് AWSലെ ഇവൻറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ട്രിഗേഴ്സാണ്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് സർവീസിൽ നമ്മൾ ഓരോ ഫയൽസൊക്കെ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഫയൽ അപ്ലോഡ് നമുക്ക് ട്രിഗറാക്കി വയ്ക്കാം. അപ്പോൾ ഓരോ ഫയൽ അപ്ലോഡ് ആകുമ്പോഴും നമ്മുടെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെയുള്ളത് HTTP റിക്വസ്റ്റ്. അതായത് ഈ ലാംഡ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു URL അസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ URL അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ URLലേക്ക് ഗെറ്റ് റിക്വസ്റ്റോ പോസ്റ്റ് റിക്വസ്റ്റോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനെ ട്രിഗർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ട്രിഗേഴ്സ്. ഇനിയിപ്പോൾ നമുക്കൊരു യൂസ് കേസ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് AWS S3യിലെ ഒരു ബക്കറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന എല്ലാ ഇമേജസിൻ്റെയും തംബ്നെയിൽസ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളത്. അത് AWS ലാംഡ വെച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ ഒരു ഇമേജിനെ തംബ്നെയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതുക. എന്നിട്ട് ആ ലാംഡയുടെ ട്രിഗറായിട്ട് S3 ബക്കറ്റിലെ ഫയൽ അപ്ലോഡ് ഇവൻറ്റിനെ വയ്ക്കുക. അപ്പോൾ പിന്നെ ആ S3 ബക്കറ്റിൽ ഏത് ഫയൽ അപ്ലോഡ് ചെയ്താലും അത് നമ്മുടെ ഫംഗ്ഷനെ ട്രിഗർ ചെയ്യും. ഫംഗ്ഷൻ അതൊരു ഇമേജ് ഫയലാണെങ്കിൽ അതിൻ്റെ തംബ്നെയിൽ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ലാംഡയെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നതിന് മുമ്പ് AWSൻ്റെ ഫ്രീ ടയറിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അതായത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ കൂടുതലായിട്ട് AWSനെ പറ്റി പഠിക്കുന്നതിനൊക്കെ ആയിട്ട് AWS ഒരു ഫ്രീ ടയർ തരുന്നുണ്ട്. ഈ ഫ്രീ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സർവീസിനും പല പോലെയാണ്. ഇപ്പോൾ AWS ലാംഡയുടെ ഫ്രീ ടയർ എന്ന് പറയുന്നത് ആദ്യത്തെ 1 മില്യൺ റിക്വസ്റ്റ് ഈച്ച് മന്ത് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. അതിന് വേറെ പൈസയൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്താലാണ് ഇതൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ടുണ്ടാകുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ഇട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ നമുക്കിത് റൺ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊക്കെ കാണാം. അപ്പോൾ ആദ്യം തന്നെ AWSൽ നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സൈനപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് ഇങ്ങനെയുള്ളൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിലിപ്പോൾ നിങ്ങൾക്ക് ലാംഡ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ലാംഡ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ ലാംഡ എന്ന് ടൈപ്പ് ചെയ്താലും മതി. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. ഈ ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുത്ത് ഇവിടെ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫംഗ്ഷൻ. അതുപോലെ കണ്ടെയ്നർ ഇമേജ്, ഡോക്കർ ഇമേജുകൾ സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമുക്കിപ്പോൾ ഓർഡർ ഫ്രം സ്ക്രാച്ച് തന്നെ നോക്കാം. ഇവിടെ അതിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഹലോ വേൾഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെ മതി. അത് കഴിഞ്ഞ് ഇവിടെ റൺ ടൈം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ പൈത്തനാണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇത് ആർക്കിടെക്ചർ നിങ്ങൾ x86 64 തന്നെ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഇവിടെയുള്ളത് എക്സിക്യൂഷൻ റോളാണ്. അതായത് ഇത് ലാംഡ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സിക്യൂഷൻ റോൾ വേണം നമ്മുടെ അക്കൗണ്ടിന്. അപ്പോൾ അത് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. പക്ഷേ യൂഷ്വലി ഇത് ക്രിയേറ്റ് എ ന്യൂ റോൾ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്.
ഇനി അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ നിങ്ങൾ എനേബിൾ കോഡ് സൈനിങ് ഇപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, പക്ഷേ എനേബിൾ ഫംഗ്ഷൻ URL നമ്മൾ ഇട്ട് വയ്ക്കുകയായിരിക്കും നല്ലത്. കാര്യം അങ്ങനെ വന്നാലേ നമുക്ക് ഇത് HTTP റിക്വസ്റ്റ്, അതായത് ഗെറ്റ് റിക്വസ്റ്റ്, പോസ്റ്റ് റിക്വസ്റ്റ് ഒക്കെ വെച്ച് ഈ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളിതൊരു API ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ വേറൊരു വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ ഈ ലാംഡയെ വിളിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൺഫിഗർ ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിങ് എനേബിൾ ചെയ്യണം. ഇപ്പോൾ ഇതൊന്നും വേണ്ട. ഇനി ഇവിടെ ഈ ഓത്ത് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നണ്ണായിട്ടാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഓതൻറ്റിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് AWS IAM കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വസ്റ്റിനൊക്കെ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നണ്ണാണ് കൊടുക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ ഓരോ സെക്ഷൻ എന്താണെന്ന് കാണാം. ഈ ട്രിഗർ എല്ലാം ആഡ് ചെയ്യുന്നത് ഈ ആഡ് ട്രിഗർ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും. ഇവിടെ നമുക്ക് പല ടൈപ്പിലുള്ള സോഴ്സുകളെ സെലക്ട് ചെയ്യാം. അലക്സ, അതുപോലെ S3 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഇവൻറ്റ് ബ്രിഡ്ജ്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ബേസ്ഡ് ഇവൻറ്റ്സ് ആണെങ്കിൽ, അതായത് ഓരോ മണിക്കൂർ ഇത് റൺ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവൻറ്റ് ബ്രിഡ്ജാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ പല സോഴ്സുകളെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ URL ഉള്ളത് കൊണ്ട് നമുക്കിത് HTTP ആയി ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. HTTPS വെച്ചിട്ട്, അത് ഗെറ്റ് റിക്വസ്റ്റ്, പോസ്റ്റ് റിക്വസ്റ്റ് ഒക്കെ ബ്രൗസറിൽ ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ആഡ് ട്രിഗർ കൊടുക്കുന്നില്ല. ഈ ലെയേഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും കസ്റ്റം പാക്കേജുകളോ എന്തെങ്കിലും അസറ്റ്സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിത് ലെയറായിട്ട് ആഡ് ചെയ്തിട്ട് ഇവിടെ ഇടാവുന്നതാണ്. ഇനി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡെസ്റ്റിനേഷൻ ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാര്യം നമ്മൾ ഫംഗ്ഷൻ URL ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ ഫ്രം ലാംഡ ആണ് വരിക. അതിന് കാരണം ഇവിടെ നമ്മൾ ഇതാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ ഈ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഇത് മാറ്റാൻ പാടില്ല. കാരണം ലാംഡ ട്രിഗർ ചെയ്യുന്നത് ഈ ഫംഗ്ഷനായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോഡൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എഴുതണം. അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻസൊക്കെ നമുക്ക് എഴുതാം, എന്നിട്ട് ആ ഫംഗ്ഷനെ ഇവിടെ നിന്ന് വിളിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ റിട്ടേൺ റെസ്പോൺസ് നമുക്ക് ഇവിടെ വിളിക്കാം. അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനുള്ളതാണ് നമ്മുടെ എല്ലാ കോഡും ആവശ്യമുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് ഇതൊരു JSON ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ലോയ് അടിക്കണം. ഡെപ്ലോയ് അടിച്ചതിന് ശേഷം മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിത് ഇവിടെ ആക്സസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രാവശ്യം ടെസ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അതിപ്പോൾ നമുക്ക് വെറുതെ ടെസ്റ്റ് എന്ന് അടിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ ഹലോ വേൾഡ്, ഈ കീ 1 കീ 2 കീ 3 ഒക്കെ നമ്മുടെ ലാംഡയിൽ ആക്സസിബിൾ ആണ്. ഇതിപ്പോൾ നമുക്കിതിവിടെ സേവ് ചെയ്യാം. ഇനി ടെസ്റ്റ് അടിക്കുമ്പോൾ ഡയറക്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ സ്റ്റാറ്റസ് കോഡ് 200, അതുപോലെ ബോഡി സ്റ്റാറ്റസ് ഓക്കെ, മെസ്സേജ് ഹലോ ഫ്രം ലാംഡ. ഈ സെയിം സംഭവം നമുക്കിനി ഈ URL, ഇവിടെ ഒരു URL കണ്ടില്ലേ, ഈ URL ക്ലിക്ക് ചെയ്താലും കാണാൻ സാധിക്കണം. ഇവിടെ അത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ URL ഇവിടെ ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ബ്രൗസർ ഒരു ഗെറ്റ് റിക്വസ്റ്റാണ് അയക്കുക. ആ ഗെറ്റ് റിക്വസ്റ്റ് ഇതിൻ്റെ ലാംഡയുടെ സെർവറിൽ വരുമ്പോൾ ഈ ഫംഗ്ഷനെ ട്രിഗർ ചെയ്യും. അതാണ് ഇവിടെ സംബന്ധിച്ചത്. ആ ഫംഗ്ഷനെ ട്രിഗർ ചെയ്തപ്പോൾ ആ ഫംഗ്ഷൻ തിരിച്ച് ഈ സ്റ്റാറ്റസ് മെസ്സേജ് ഈ സംഭവം റിട്ടേൺ ചെയ്തു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് കണ്ടു. ഇനി ഇതുപോലെ നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റും സെൻഡ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ പോസ്റ്റ്മാൻ ആണ്. ഇവിടെ ഇതിൻ്റെ URL കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടൻറ്റായിട്ട് നമുക്കിവിടെ ജസ്റ്റ് ID 1 2 3 4 5 കൊടുക്കാം. എന്നിട്ട് നമ്മളത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കാണില്ല. കാര്യം നമ്മൾ ഈ ID അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ID നമുക്ക് ഈ ലാംഡയിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുന്നതിനായിട്ട് ഇവൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ബോഡി ആക്സസ് ചെയ്യുക. ആദ്യം ബോഡിയുടെ ഉള്ളിൽ ഗെറ്റ് ID ആക്സസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ID കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ID ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ID കൂടി ഈ മെസ്സേജിനൊപ്പം വരേണ്ടതാണ്. നമുക്ക് ഡെപ്ലോയ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ജസ്റ്റ് വീണ്ടും ഈ സെയിം സംഭവം സെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻറ്റേർണൽ സെർവർ എറർ വന്നു. അതായത് ഈ ലാംഡയിൽ എവിടെയോ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണണമെങ്കിൽ ഇവിടെ മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബ് ഉണ്ട്. ആ മോണിറ്റർ ടാബിൽ പോവുക. എന്നിട്ട് ഇവിടെ ഈ ക്ലൗഡ് വാച്ച് ലോഗ്സ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക.
അത് ക്ലിക്ക് ചെയ്താൽ ലാംഡയുടെ എല്ലാ എററും മറ്റ് ലോഗ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ലാംഡയിൽ എന്തുണ്ടായാലും ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോഗ് വ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആട്രിബ്യൂട്ട് എറർ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് ഗെറ്റ്. അതായത് നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ മോണിറ്റർ ടാബിലാണ്, തിരിച്ച് കോഡ് ടാബിൽ പോവുക. ഇത് ടെസ്റ്റ് റിസൾട്ടാണ്, ലാംഡ ഫംഗ്ഷൻ എടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗെറ്റിൽ ഈ ഗെറ്റ് എന്തായാലും ബോഡി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഈ ബോഡി റിട്ടേൺ ചെയ്യുന്നത് പ്രോബ്ലി സ്ട്രിങ് ആയിരിക്കും. ആ സ്ട്രിങ്ങുമെയാണ് നമ്മൾ ഈ ഗെറ്റ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ എറർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സ്ട്രിങ്ങിനെ JSON ആയിട്ട് കൺവേർട്ട് ചെയ്യണം. JSON.loads. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമുക്കിതൊന്ന് ഡിപ്ലോയ് ചെയ്ത് നോക്കി നോക്കാം. ഇനി നമ്മൾ പോസ്റ്റ്മാനിൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വർക്ക് ചെയ്തു. ഇവിടെ മെസ്സേജിൽ ആ ID ഉള്ള മെസ്സേജ് വന്നു റെസ്പോൺസായിട്ട്. അപ്പോൾ ഇതാണ് പോസ്റ്റ് റിക്വസ്റ്റ് ആൻഡ് ഗെറ്റ് റിക്വസ്റ്റ്. ഇനി നമുക്ക് ഈ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ടാബിലെ കാര്യങ്ങൾ നോക്കാം. ഇതിലെല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള RAM ആണ്. അപ്പോൾ ഈ RAM എന്ന് പറയുന്നത് 128 MB എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനിമം 10 GB വരെ പോവാം. അപ്പോൾ ഇത് നമ്മൾ കൂട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ CPU പെർഫോമൻസിലും മാറ്റം വരും. ഇത് ഹയർ RAM ഇടുമ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള CPU അല്ലെങ്കിൽ കൂടുതൽ കോഴ്സുള്ള CPU ആണ് നമുക്ക് അവൈലബിൾ ആവുക ഈ ലാംഡ ഫംഗ്ഷന്. പക്ഷേ അതിനോടനുസരിച്ച് തന്നെ നമുക്ക് ബിൽ ചെയ്യപ്പെടുന്ന പൈസയുടെ എമൗണ്ടിലും മാറ്റം ഉണ്ടാവും. ഇത് കൂട്ടും തോറും നമ്മുടെ ബിൽ ചെയ്യപ്പെടുന്ന എമൗണ്ടും കൂടും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ എഫെമറൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലാംഡ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എത്ര ഡിസ്ക് സ്പേസ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ 512 MB ആണ് അവൈലബിൾ. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പക്ഷേ അത് കൂടുന്നതിനനുസരിച്ചിട്ട് വീണ്ടും നമ്മുടെ ബിൽഡ് എമൗണ്ടും കൂടുന്നതായിരിക്കും. ടൈം ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം ഏകദേശം വേണ്ടി വരുന്നതനുസരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒരു ഗെറ്റ് ഫംഗ്ഷനാണ്. അതായത് ഇപ്പോൾ ഈ സംഭവമൊക്കെ വിത്തിൻ മില്ലി സെക്കൻഡ്സ് പരിപാടി കഴിയും. പക്ഷേ ചില ഫംഗ്ഷൻസൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഇമേജ് പ്രോസസ്സിങ് അല്ലെങ്കിൽ വീഡിയോ പ്രോസസ്സിങ് ആണെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റൊക്കെ എടുത്തെന്ന് വരും. അപ്പോൾ അതിനനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചിടാം. ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എനിക്ക് തോന്നുന്നത് 15 മിനിറ്റ് ആവും. മാക്സിമം ടൈം ഔട്ട് ഈസ് 15 മിനിറ്റ്സ്. അപ്പോൾ മാക്സിമം 15 മിനിറ്റാണ്. ഇനി ട്രിഗേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടല്ലോ. ട്രിഗർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ട്രിഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പെർമിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലാംഡ ഫംഗ്ഷൻ ആവശ്യമുള്ള പെർമിഷൻസ്, വേറെ ഏതെങ്കിലും റിസോഴ്സൊക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റെയൊക്കെ പെർമിഷൻസ് ഇവിടെ കൊടുക്കണം. ഇപ്പോൾ കറൻ്റ്ലി ക്ലൗഡ് വാച്ച് ലോഗ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ പെർമിഷൻ ഇവിടെ ഓൾറെഡി ലാംഡ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബൈ ഡിഫോൾട്ട് വരുന്നതാണ്. ഫംഗ്ഷൻ URL എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ സെറ്റ് ചെയ്ത സംഭവത്തിൻ്റെയാണ്. ഇതിൽ നമുക്ക് ഓത്ത് ടൈപ്പ് മാറ്റാം, പിന്നെ കോഴ്സ് എനേബിൾ ചെയ്ത് വൈൽഡ് കാർഡൊക്കെ കൊടുക്കാൻ സാധിക്കും. പല ഡൊമൈൻസും നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ API നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വേറെ വെബ്സൈറ്റിൽ നിന്ന് ഈ ലാംഡയെ കോൾ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോഴ്സ് എനേബിൾ ചെയ്തില്ലെങ്കിൽ കോഴ്സ് എറർ വരുന്നതായിരിക്കും. എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫംഗ്ഷൻ ആവശ്യമായിട്ട് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള വേരിയബിൾസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കോഡ് എപ്പോഴും എഡിറ്റ് ചെയ്യേണ്ടി വരില്ല. ഡയറക്റ്റ് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് പോവാം. ഇനിയുള്ള ടാബ്സിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് യൂസ് കേസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിനെ പറ്റിയിട്ടും പറയുന്നില്ല. വേർഷൻസ് നമുക്ക് വേർഷനിങ് എനേബിൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു ലാംഡ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം നിങ്ങളൊരു പുതിയ വേർഷൻ പബ്ലിഷ് ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതൊക്കെ നെക്സ്റ്റ് വേർഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് റിവേർട്ട് ചെയ്ത് പിന്നിലേക്ക് പോകണമെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കോഡ് ഇപ്പോൾ ഇവിടെ എഴുതിയല്ലോ, ഈ കോഡ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിവിടെ വേർഷനിൽ പോയിട്ട് ഒരു വേർഷൻ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ കോഡിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി, പക്ഷേ ഇത് വർക്ക് ചെയ്യാണ്ടായിപ്പോയി. അങ്ങനെ വരുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് തുടക്കത്തിലേക്ക് വർക്ക് ചെയ്യുന്ന കോഡിലേക്ക് പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ ഈ വേർഷൻ അവിടെ ഉപകാരപ്പെടും. അങ്ങനെയുള്ള പല യൂസ് കേസസ് വേർഷൻസിലുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു യൂസ് കേസ് മാത്രം. അപ്പോൾ AWS ലാംഡയെ പറ്റിയിട്ട് ഇത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അതോ കമൻസോ ഈ വീഡിയോനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.